हम वेटलैंड कंजर्वेशन पर भी लगातार काम कर रहे हैं। आज भारत एशिया का सबसे बड़ा रामसर नेटवर्क बन चुका है। रामसर साइट्स की संख्या में उसके हिसाब से भारत दुनिया में तीसरे स्थान पर है। ജലമാണ് ജീവൻ. തണ്ണീർത്തടങ്ങൾ നമ്മുടെ ഗ്രഹത്തിന്റെ ജീവരേഖകളായ സമൂഹങ്ങളെയും സംസ്കാരത്തെയും ഉപജീവന മാർഗങ്ങളെയും പരിപോഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഓരോ നദിയും തടാകവും ചതുപ്പ് നിലവും ജീവിതത്തിന്റെയും സന്തുലിതാവസ്ഥയുടെയും കഥ പറയുന്നു. തണ്ണീർത്തട സംരക്ഷണത്തിൽ ഇന്ത്യയുടെ യാത്ര ശ്രദ്ധേയമാണ്. 1981 വെറും 2 റാംസർ സൈറ്റുകളിൽ നിന്ന് ഇന്ന് 98 റാംസർ സൈറ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യ ഇപ്പോൾ ഏഷ്യയിൽ മുന്നിലാണ്. ഓരോ പദവിയും നമ്മുടെ പ്രകൃതി പൈതൃകത്തിന്റെ സംരക്ഷണം, പുനഃസ്ഥാപനം, നിലനിർത്താനുള്ള പ്രതിബദ്ധത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത രാജ്യത്തുടനീളമുള്ള റാംസർ സൈറ്റ് ശൃംഖലയിൽ ശ്രദ്ധേയമായ വർധനവിന് കാരണമായി. 2014 നമ്മൾക്ക് 26 റാംസർ സൈറ്റുകൾ ഉണ്ടായിരുന്നു. 2019 ആയപ്പോഴേക്കും 37. ഇന്ന് 2026 ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട 98 തണ്ണീർത്തടങ്ങളെ നമ്മൾ ആഘോഷിക്കുന്നു. ഗവൺമെന്റിന്റെയും കൂടാതെ പൗരന്മാരുടെയും കാഴ്ചപ്പാട്, നയം, സ്ഥിരോത്സാഹം എന്നിവയുടെ തെളിവാണിത്. മിഷൻ സഹഭാഗിത, സേവ് വെറ്റ്ലാൻഡ്സ് ക്യാമ്പയിൻ, അമൃത് ധരോഹർ സംരംഭം, മിഷൻ ലൈഫ് എന്നിവയിലൂടെ കണ്ടൽക്കാടുകളുടെ പുനരുദ്ധാരണം മുതൽ നഗരതലത്തിലുള്ള തണ്ണീർത്തട ആസൂത്രണം വരെയുള്ള എല്ലാ തലങ്ങളിലും ഇന്ത്യ സംരക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഉദയ്പൂരും ഇൻഡോറും ഇന്ത്യയുടെ ആദ്യത്തെ റാംസർ അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളായി മാറി. സംസ്കാരം, സമൂഹം, പാരിസ്ഥിതിക കാര്യവിചാരം എന്നിവ തമ്മിലുള്ള സഹകരണത്തെ പ്രതിഫലിപ്പിക്കുന്നു ഒരു യഥാർത്ഥ സഹഭാഗിത. തണ്ണീർത്തടങ്ങൾ ദശലക്ഷക്കണക്കിന് ഉപജീവന മാർഗങ്ങളെ പിന്തുണയ്ക്കുകയും ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയും സമൂഹങ്ങളുടെ അഭിവൃദ്ധിക്ക് സഹായിക്കുകയും ചെയ്യുന്നു. അവ വെള്ളം സംഭരിക്കുകയും അത് ഫിൽറ്റർ ചെയ്യുകയും കാലാവസ്ഥാ പ്രതിരോധശേഷി നിലനിർത്തുകയും ചെയ്യുന്നു. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ ഇന്ത്യ അതിന്റെ ഭാവി സംരക്ഷിക്കുകയും സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുകയും ജനങ്ങളും പ്രകൃതിയും തമ്മിലുള്ള സഹസ്രാബ്ദ കാലത്തെ ബന്ധത്തെ ആദരിക്കുകയും ചെയ്യുന്നു. പ്രാദേശിക നദികൾ മുതൽ തീരദേശ ചതുപ്പ് നിലങ്ങൾ വരെ ഇന്ത്യയുടെ തണ്ണീർത്തടങ്ങൾ പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകവും രൂപപ്പെടുത്തിയ ജീവിക്കുന്ന പൈതൃകങ്ങളാണ്. സമൂഹത്തിന്റെ മേൽനോട്ടത്തിലൂടെയും സർക്കാർ നടപടികളിലൂടെയും നിലനിർത്തപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു പാരിസ്ഥിതിക ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മുടെ പാരമ്പര്യങ്ങളോടും ഭാവി തലമുറകളോടുമുള്ള ഒരു പ്രതിബദ്ധത കൂടിയാണത്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ജീവൻ തന്നെ സംരക്ഷിക്കുന്നു. एक सोच ये बनी रही कि प्रकृति और प्रगति एक दूसरे के विपरीत है, लेकिन आज भारत दुनिया को दिखा रहा है कि ये दोनों साथ साथ आगे बढ़ सकते हैं.